എടി നീ അമ്പലത്തിൽ വരുന്നുണ്ടോ? അതെന്ത് പറ്റി? ലാസ്റ്റ് മിനിറ്റ് ആരെങ്കിലും ഒഴിഞ്ഞോ? എന്തായാലും ഞാനില്ല. ഞാൻ അമ്മനെ കൂട്ടിയിട്ട് വേറൊരു സ്ഥലം വരെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കാം. എന്നാ ശരി. എടി നീ ട്രിപ്പ് പോയല്ലേ? സ്റ്റാറ്റസ് ഒക്കെ കണ്ടു. എന്താ നീ ഞങ്ങളോട് പറയാതിരുന്നേ? അതിനാ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ എന്നോട് പറയാറുണ്ടോ? നിങ്ങൾ ട്രിപ്പൊക്കെ പോയി വന്ന് പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത്. അപ്പോൾ എനിക്കിതിപ്പോൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നിയില്ല. എടി നിന്റെ വണ്ടി ഒന്ന് തരണേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിന്റെ വണ്ടി എടുത്തിട്ട് പോയപ്പോൾ എത്ര തവണ നീ എന്നെ വിളിച്ച്. നീയാണെങ്കിൽ എൻ്റെ വണ്ടി എത്ര തവണ കൊണ്ടുപോയിട്ടുണ്ട്. പെട്രോളും തീർത്ത് വണ്ടിയിൽ മിസ്റ്റേക്ക് ആക്കി തിരിച്ചു കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നീ കൊണ്ട് തരാറ് പോലും. അങ്ങനെയുള്ള നിനക്ക് ഞാൻ എന്തിനാ വണ്ടി തരുന്നത്? ഞാൻ തരില്ല. എടി നിമിഷയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ, നീയും ക്യാഷ് ഇടണേ. നിമിഷയുടെ ബർത്ത്ഡേക്ക് ഞാൻ എന്തിനാ ക്യാഷ് തരുന്നത്? ഒന്നാമത് എനിക്ക് അവളെ ഇഷ്ടമല്ല. കഴിഞ്ഞ പ്രാവശ്യം അവളായിട്ടുള്ള പ്രശ്നത്തിന് നിങ്ങൾ എൻ്റെ കൂടെ നിന്നോ? അവളുടെ കൂടെ നിന്ന് ഞാൻ തരാം. പിന്നെ ക്യാഷ് തന്നത് ഞാൻ വരുന്ന പോലും ഇല്ല. അപ്പോൾ നിങ്ങൾ ആഘോഷിച്ചാൽ മതി കേട്ടോ, ഞാൻ തരുന്നില്ല. പിന്നെ നമുക്ക് സിനിമയ്ക്ക് പോയാലോ? നീ എൻ്റെ അമ്മയോടൊന്ന് പെർമിഷൻ ചോദിച്ചായിരുന്നു. നീ പറഞ്ഞാൽ കേൾക്കും. എന്താ പ്രശ്നം? അന്ന് പ്രശ്നം നടന്ന പിന്നെ അമ്മ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഓ, റിതാൻ വരുന്നുണ്ടോ? ഞാനെന്തായാലും എൻ്റെ കൂടെ. വേറെ ആരും വന്നില്ലേ? വേറെ ആരും പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ വിടില്ല. എന്തായാലും എനിക്ക് താല്പര്യമില്ല കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ എന്തായാലും കൂടെ വരുന്നില്ല. പിന്നെ എന്തിനാണ് ഞാൻ പെർമിഷൻ ചോദിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു അത്യാവശ്യ ഘട്ടത്തിൽ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സോ ഞാൻ പെർമിഷൻ ചോദിച്ചു തരില്ല.